السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على محمد وعلى آل سيدنا ومولانا وشفيعنا محمد. بسم الله الرحمن الرحيم. يا أيها الرسول بلغ ما أنزل إليك من ربك وإن لم تفعل فما بلغت رسالته والله يعصمك من الناس إن الله لا يهدي القوم الكافرين. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല നടത്തുന്ന ഒരു സംഭാഷണമാണ്. യാ അയ്യുഹർ റസൂൽ, പ്രവാചകരെ, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക, അങ്ങേക്ക് നാം അയച്ചു തന്ന സന്ദേശങ്ങൾ താങ്കൾ പറഞ്ഞു കൊടുക്കുക, പ്രബോധനം ചെയ്യുക. വഇല്ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലത, അങ്ങനെ താങ്കൾ ചെയ്യാത്ത പക്ഷം താങ്കളുടെ ദൗത്യം താങ്കൾ നിർവഹിച്ചാവുകയില്ല. വല്ലാഹു യഅസിമുക മിനന്നാസ്, ആ വഴിയിൽ നിങ്ങൾ തുടരുക, പ്രബോധനത്തിന്റെ വഴിയിൽ നിങ്ങൾ തുടരുക, ആ ദൗത്യം താങ്കൾ നിറവേറ്റുക. ജനങ്ങളിൽ നിന്നുള്ള മുഴുവൻ അക്രമങ്ങളിൽ നിന്നും ഞാൻ താങ്കളെ സംരക്ഷിക്കുന്നതാണ്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, നിശ്ചയം ഞാൻ ഒരിക്കലും സത്യനിഷേധികളായ സത്യവിരോധികളായ ആളുകളെ സന്മാർഗത്തിലേക്ക് ആക്കുകയില്ല. ഹിജ്റ വേളയിൽ അതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരവധി കടമ്പകളും നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഗുഹയിൽ നിന്ന് അത്ഭുതകരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പിറകിലൂടെ വന്ന് ആക്രമിക്കാൻ ശ്രമിച്ച സന്ദർഭത്തിലും അത്ഭുതകരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് നബിയുടെ ഒരു രക്ഷയായിട്ട് മാറുന്നത് ഈ ഖുർആൻ, അള്ളാഹുവിന്റെ വചനമാണ്. വല്ലാഹു യഅസിമുക മിനന്നാസ്, താങ്കൾ പ്രബോധനം തുടരുക, ജനങ്ങളുടെ എല്ലാ അക്രമത്തിൽ നിന്നും ഞാൻ താങ്കളെ രക്ഷിക്കുന്നതാണ് എന്ന അള്ളാഹുവിന്റെ വാഗ്ദാനത്തിന്റെ ഒരു പുലർച്ചയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ ഹിജ്റ വേളയിൽ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രംഗം കിതാബിൽ കാണാൻ സാധിക്കും. നിബിതങ്ങളെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും പിടികൂടാൻ വേണ്ടി സുറാഖ, കിനാന ഗോത്രക്കാരനായ സുറാഖത്ത് ഇബ്നു മാലിക് എന്ന യുവാവായ ഒരു മനുഷ്യൻ വരും. അയാള് മക്കയുടെ സമീപം സഭ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുഹമ്മദിനെ ജീവനോടെ ഹാജരാക്കുന്നവർക്ക് 100 ഒട്ടകങ്ങൾ സമ്മാനം പ്രഖ്യാപിച്ച വാർത്ത അറിയുന്നത്. പാരിതോഷികത്തിൽ മതിമറന്ന സുറാഖ മറ്റാരോടും പറയാതെ അത് മുഴുവനും സ്വായത്തമാക്കണം ഉദ്ദേശത്തോടുകൂടി ആയുധങ്ങളുമായി കുതിരപ്പുറത്ത് മഹാനായ മുഹമ്മദ് മുസ്തഫയെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെരഞ്ഞുകൊണ്ട് വരികയാണ്. അയാളൊരു സാഹസിക യാത്രികനാണ്, വഴിയടയാള വിദഗ്ധനാണ്, നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ്, ആരോഗ്യവാനാണ്, മികച്ച കുതിര സവാരിക്കാരനാണ്. എല്ലാ യോഗ്യതയും ഒത്തിണങ്ങിയ ഒരു ചെറുപ്പക്കാരൻ, നല്ല ആഘാരമുള്ള, നല്ല വലുപ്പമുള്ള ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെ അയാൾ കുറച്ചു ദൂരം പോയപ്പോ കുതിരയുടെ കാൽ തെറ്റി നിലത്ത് വീഴുകയാണ്. വീണ്ടും കുതിരയുടെ കാൽ തെറ്റി അയാൾ നിലത്ത് വീഴുകയാണ്. ആ സമയത്ത് അയാൾക്ക് ഈ യാത്രയിൽ എന്തോ ദുശകുനം തോന്നുന്നു. ഈ ഒരു സംഭവം അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നതിന്റെ ശേഷം അദ്ദേഹം വിവരിക്കുന്നതായിട്ടാണ് ഹദീസിൽ കാണുന്നത്. അതിന്റെ അറബി രൂപം പറയുന്നില്ല ഞാൻ. അങ്ങനെ പക്ഷെ 100 ഒട്ടകത്തിന്റെ ഒരു സ്വപ്നവുമായി ആ ഒരു ദുശകുനത്തെ മറികടന്നുകൊണ്ട് അയാൾ വീണ്ടും മുന്നോട്ട് പോയി. അയാൾക്ക് ഈ കുതിര സവാരിക്കാരനായത് കൊണ്ട് തന്നെ വഴിയടയാളങ്ങൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതാണ് അയാളുടെ ഒരു അഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് മുഹമ്മദിനെ കണ്ടെത്താമെന്നൊരു പ്രതീക്ഷ അയാൾക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ അയാള് വീണ്ടും മുന്നോട്ട് പോയ സമയത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖിനെയും അവർ നടന്നു പോകുന്നത് കാണാൻ. ഉടൻ അമ്പും വില്ലും എടുത്ത്
അയാൾ അതിശീഘ്രം മുന്നോട്ട് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്ക് അയാളുടെ കുതിരയുടെ കാല് ആഴിയിലേക്ക്, മണൽപ്പരപ്പിലേക്ക് ആണ്ടുപോയി. അയാൾക്ക് യാതൊരു രക്ഷയില്ല, ഒരു രക്ഷയുമില്ല. അയാൾ നിലത്ത് വീഴുകയും കുതിരയെ മുന്നോട്ട് നയിക്കുന്ന സമയത്ത് കുതിര മുന്നോട്ട് വരുന്നില്ല. ആ സമയത്ത് അയാൾ വിളിച്ചു പറഞ്ഞു, ഇതാ എൻ്റെ കുതിര കുടുങ്ങിയിരിക്കുന്നു, എന്നെ ഒന്ന് സഹായിക്കണം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇല്ല, സഹായിക്കാൻ പറ്റൂല. അപ്പോൾ അയാൾ, ഞാൻ നിങ്ങളെ ദ്രോഹിക്കില്ല, നിങ്ങൾ സഹായിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആ കുതിരയുടെ കാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അയാൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് പോയ സന്ദർഭത്തിൽ അയാൾ വീണ്ടും പുറകിൽ വന്ന് നേരത്തെ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്തു. ആ സമയത്ത് വീണ്ടും ഒന്നുകൂടി ആഴങ്ങളിലേക്ക് അയാളുടെ കുതിര പതിക്കുകയാണ്. ആ സമയത്ത് അയാൾക്ക് മനസ്സിലായി, ഇത് വിചാരിച്ച ഒരാളല്ല എന്ന് മനസ്സിലായി. ആ സമയത്ത് അദ്ദേഹം വീണ്ടും അപേക്ഷിക്കുകയാണ്, എൻ്റെ ഭക്ഷണവും എൻ്റെ ആയുധവും നിങ്ങൾ എടുത്തുകൊള്ളുക, അള്ളാഹുവാണ് സത്യം, ഞാൻ നിങ്ങളെ ആക്രമിക്കുകയില്ല, നിങ്ങളുടെ വിവരം ഞാൻ ശത്രുക്കളോട്, ഖുറൈശികളോട് പറയുകയുമില്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ ഈ കരങ്ങളിൽ കിസ്ര ചക്രവർത്തി ഹുർമൂസിന്റെ മകൻ അണിഞ്ഞ 2 വളകൾ അണിയുന്ന ഒരു ദിവസം വരും എന്ന് ഈ സുറാഖിയോട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. നീ ഒരു കാര്യം ചെയ്യണം, എന്നെ തേടി വരുന്ന മറ്റു ശത്രുക്കൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന വസിയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെ അയാൾ തിരിച്ചുപോയി മുഴുവൻ ശത്രുക്കളെയും അതിൽ നിന്ന് അയാൾ പിന്തിരിപ്പിച്ചു. ഹിജ്റ 8-ാം വർഷം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് ഹിജ്റ 8-ാം വർഷം മക്കം ഫത്ഹിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വന്നൊരു രംഗമുണ്ട്. ആ സമയത്ത് സുറാഖത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വന്ന് കാണുകയും അദ്ദേഹം മുമ്പ് തന്നെ ഇസ്ലാം മതം വിശ്വസിച്ചു എന്നു അവിടെ വെച്ചുകൊണ്ട് അത് ഉറക്കെ പ്രഖ്യാപിച്ചുമെന്നുമാണ് ഹദീസ്. അങ്ങനെ അദ്ദേഹം അവിടെ വെച്ച് തൗഹീദ് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു രംഗമാണ്. അതാണ് നേരത്തെ ഖുർആൻ പറഞ്ഞത്, വല്ലാഹു യഅസിമുക മിനൻ നാസ്, ശത്രുക്കളുടെ എല്ലാ അക്രമത്തിൽ നിന്ന് നബിയെ അങ്ങയെ നാം സംരക്ഷിച്ചിരിക്കുന്നു. ആ ഒരു രക്ഷാ കവചമാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചത്. ഹിജ്റയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി ഈ സംഭവം ഹദീസിൽ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കേട്ടതുമായ കാര്യം നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.